ജോലി സ്ഥലത്ത് ഉറപ്പായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനിടെ റെസ്പോണ്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചെടുക്കണം. ഈ മനപ്രയാസത്തിനോട് റിയാക്ട് ചെയ്യുന്നതിന് പകരം റെസ്പോണ്ട് ചെയ്യാൻ ശീലിച്ചെടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫിന്റെ ആ സൈക്കിളിനെ മുഴുവനും നമ്മുടെ റിയാക്ഷൻ ബാധിക്കാൻ ഇടയുണ്ട്. ജോലിയിലെ പ്രശ്നങ്ങൾ കുടുംബത്തെയും കുടുംബത്തിലെ ഓരോ വ്യക്തിനെയും ബാധിക്കാറുണ്ട്. ഇത് ഫാമിലി ലൈഫ് സൈക്കിളിന്റെ ബേസിൽ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാമോ? ഫാമിലി ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞല്ലേ, നമ്മൾ കുടുംബത്തിൽ നിന്ന് വരുന്ന മാതാപിതാക്കളുണ്ട്, ജീവിത പങ്കാളിയുണ്ട്, മക്കളുണ്ട്. ജോലി സ്ഥലത്ത് നിന്ന് ഞാനൊരു മനപ്രയാസവും കൊണ്ട് വീട്ടിലേക്ക് വന്നാൽ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന മനപ്രയാസത്തിന്റെ പേരിലായിരിക്കും ഞാൻ അവിടെ ഏതെങ്കിലും രീതിയിൽ റിയാക്ട് ചെയ്യുന്നത്. അവരുടെ ഏതെങ്കിലും ഒരു ട്രാൻസാക്ഷൻ, അവരുടെ ഏതെങ്കിലും ഒരു ചോദ്യത്തിനോടോ പെരുമാറ്റത്തിനോടോ റെസ്പോണ്ട് ചെയ്യുന്നതിന് പകരം ഞാൻ റിയാക്ട് ചെയ്യാനുള്ള സാധ്യത. ഞാൻ റിയാക്ട് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ജോലിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന മനപ്രയാസം ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് അടുത്ത ആളിന് കൊടുത്തു. അയാൾ ആ മനപ്രയാസത്തിൽ വേറൊരാളുടെ അടുത്ത് റെസ്പോണ്ട് ചെയ്യുന്നതിന് പകരം റിയാക്ട് ചെയ്തു പോകാൻ സാധ്യതയുണ്ട്. സോ ഒരു ചെയിൻ റിയാക്ഷനായിട്ട് ജോലി സ്ഥലത്തെ മനപ്രയാസം കുടുംബത്തിൽ മൊത്തം ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇതിന് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ. ഈ മനപ്രയാസത്തിനോട് റിയാക്ട് ചെയ്യുന്നതിന് പകരം റെസ്പോണ്ട് ചെയ്യാൻ ശീലിച്ചെടുക്കുക. അതിനാണ് ഞാൻ സഹജീവികളുടെ സ്വഭാവ വിശേഷങ്ങൾ എന്ന് പറഞ്ഞ് ഹൗ ടു റെസ്പോണ്ട് റാദർ ദാൻ റിയാക്ടിങ് എന്നുള്ളതിനെ കുറിച്ച് ക്ലാസ്സുകൾ എടുക്കുന്നതും വർക്ക്ഷോപ്പുകൾ നടത്തുകയൊക്കെ ചെയ്യുന്നതിനാണ്. ഈ റിയാക്ഷൻ എന്ന് പറയുന്ന സംഗതിയെ മാനേജ് ചെയ്യാൻ നമ്മൾ പഠിച്ചെടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ലൈഫിന്റെ ആ സൈക്കിളിനെ മുഴുവനും നമ്മുടെ റിയാക്ഷൻ ബാധിക്കാൻ ഇടയുണ്ട്. ജോലി സ്ഥലത്ത് ഉറപ്പായിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ആ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനിടെ റെസ്പോണ്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചെടുക്കണം. ജോലി ചെയ്യാൻ മാത്രമല്ല, ബിഹേവ് ചെയ്യാനും നമ്മൾ പഠിച്ചെടുക്കണം. ഉചിതമായി സംസാരിക്കാൻ നമ്മൾ പഠിച്ചെടുക്കണം. നാവിനെ നിയന്ത്രിച്ചാൽ ലോകത്തെ ജയിക്കാനാവും എന്നാണ് പഴമക്കാർ നമ്മളോട് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. നാവിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. അതിന് സഹജീവികളുടെ സ്വഭാവ വിശേഷങ്ങൾ പഠിച്ചെടുത്തേ മതിയാവുള്ളൂ. ഇന്നത്തെ ഒരു സമൂഹത്തില് ഈ ജോലിയും കുടുംബജീവിതവും തമ്മിൽ വേർതിരിച്ച് കാണാൻ സാധിക്കാതെ വരുന്നുണ്ട്. എങ്ങനെ അതിനെ വേർതിരിച്ച് കാണാൻ പറ്റും? ജോലിയും കുടുംബജീവിതവും വേർതിരിച്ച് കാണുക എന്ന് പറയുമ്പോൾ നമ്മുടെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ജോലിയും കുടുംബജീവിതവും വേർതിരിച്ച് കാണുക. നമ്മൾ ജോലി ചെയ്യാൻ പോകുന്നിടത്ത് തന്നെ നമ്മുടെ കുടുംബജീവിതത്തോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ് വ്യക്തമാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഉയർന്ന സാലറി ഉള്ള ജോലി കിട്ടാതെ പോയേക്കും, പക്ഷെ നമ്മുടെ കുടുംബത്തോടുള്ള കമ്മിറ്റ്മെന്റ് നിലനിർത്താൻ വേണ്ടി സാധിക്കും. അതൊരു മാർഗം. രണ്ട്, ഒരു സമയപരിധി വെച്ച് അത്രയും സമയത്തേക്ക് നമ്മൾ കൂടുതൽ ബേൺഔട്ട് ആകുന്ന ജോലികൾ ചെയ്ത ശേഷം ഇന്ന സമയമാകുമ്പോൾ ഇതിൽ നിന്ന് മാറി എനിക്ക് കുടുംബജീവിതത്തിൽ ഫോക്കസ് ചെയ്യണം എന്ന് പ്ലാനിട്ട് കുടുംബജീവിതത്തിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഒരു ടൈം പ്ലാൻ ഉണ്ടാക്കാം. ജോലിയിൽ നമ്മൾ ബേൺഔട്ട് ആകാൻ പോയി കഴിഞ്ഞാൽ നിലവിലുള്ള ബന്ധങ്ങളിൽ ഉലച്ചിൽ തീർച്ചയായും സംഭവിക്കും. സോ നമ്മുടെ ബന്ധങ്ങളാണോ ജോലിയാണോ നിങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ചില ജോലികളുണ്ട്, അത് അവരുടെ ലൈഫിന്റെ മിഷനായിരിക്കും. ആ ജോലിയുടെ വരുമാനം മാത്രമല്ല, ആ ജോലി കൊണ്ട് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെൻ്റായി കാണുന്നവരുണ്ട്. അവരൊരുപക്ഷെ ഈ കുടുംബത്തിലുള്ള ആൾക്കാരെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തും. ഇന്ന ഒരു സംഗതിക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അത് ചെയ്യുന്നതിൻ്റെ ഒപ്പം കുറച്ചെങ്കിലും അവരോടൊപ്പം ഷെയർ ചെയ്യുകയും ചെയ്യാൻ സാധിച്ചാൽ, ലൈഫ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ലൈഫ് പാർട്ട്ണർക്ക് നിങ്ങളുടെ ആ ഒബ്ജക്റ്റീവ് ബോധ്യപ്പെടുത്തി കൊടുത്താൽ ആ ലൈഫ് പാർട്ട്ണറും നിങ്ങളോടൊപ്പം ഇതിന് സഹകരിക്കും. നിങ്ങൾ ബേൺഔട്ട് ചെയ്യുന്നത് അവർക്ക് മനസ്സിലാകും. പക്ഷേ കുടുംബത്തിലുള്ളവരെ ഇഗ്നോർ ചെയ്ത് ജോലിക്ക് വേണ്ടി ബേൺഔട്ട് ചെയ്ത് കഴിയുമ്പം അൾട്ടിമേറ്റ്ലി വെൻ യു ആർ നോട്ട് ഏബിൾ ടു മൂവ് അറൗണ്ട് ഓഫ് യുവർ ഓൺ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാ ഉണ്ടാവുക? നിങ്ങളുടെ കുടുംബത്തിലുള്ളവരാണ് ഉണ്ടാകേണ്ടതെങ്കിൽ
നിങ്ങൾ ഈ കുടുംബത്തിലുള്ളവർക്ക് കൊടുക്കേണ്ട അനുഭവങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിന് പ്രാധാന്യം കൊടുക്കണം. ഉപജീവനം ഉപേക്ഷിച്ചിട്ടല്ല, ഉപജീവനത്തിനെ സ്കെയിലപ്പ് ചെയ്ത് നമുക്ക് കുടുംബം നോക്കാൻ സമയമില്ലാത്തതുപോലെ നമ്മൾ തിരക്കിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുടുംബ ബന്ധങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അത് നിങ്ങൾ പർസ്യൂ ചെയ്യുന്ന മിഷൻ അതിന് മാത്രം പ്രധാനപ്പെട്ടതാണോ എന്നതിനെ ആശ്രയിച്ച് മാത്രം ആ തീരുമാനമെടുക്കുക. ചില ആൾക്കാർക്ക് അങ്ങനെ ഒരു നിയോഗമുണ്ട്. അവര് എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യണം എന്നുള്ള ഒരു ജീവിതാഭിലാഷത്തിൽ വന്നിരിക്കുന്നതാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്കും പ്രയോജനം ഉണ്ടാകുന്ന കാര്യമായിരിക്കാം. അങ്ങനെയുള്ളവർ അതിനകത്ത് മുഴുകിക്കോട്ടെ, അവരുടെ വീട്ടിലുള്ളവർക്ക് അത് മനസ്സിലാകും. ധനനേട്ടത്തിന് വേണ്ടി മാത്രം, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി മാത്രം ബാക്കി എല്ലാവരെയും മനുഷ്യരെ ഉപേക്ഷിച്ച് സമ്പത്തിന്റെ പുറകെ ഓടുന്നവർക്ക് ഒരു സമയത്തും മനുഷ്യ സഹജമായ അനുഭവങ്ങളുടെ തൃപ്തി ലഭിക്കാൻ പോകുന്നു.